ചിത്തു. ചൈത്രയെ കണ്ട ഞെട്ടലോടെ ശിവ വിളിച്ചു. ശിവയെ കണ്ടതും ചൈത്ര ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. ശിവ മുന്നോട്ട് ഓടി വന്നവളെ കെട്ടിപ്പിടിച്ചു. ഇപ്പോഴേലും നിനക്ക് തോന്നിയല്ലോ ദുഷ്ടി, ഇങ്ങോട്ട് വരാൻ. ശിവ ചുണ്ടൊന്ന് കൂർപ്പിച്ച് ചോദിച്ചതും ചൈത്ര ചിരിയോടെ അവളുടെ ഉണ്ട കവളിൽ ഒന്ന് പിച്ചി. ഇരുവരും വീണ്ടും പരസ്പരം ഒന്നുകൂടെ പുണർന്നു. നമ്മളെ മുണ്ട എവിടെ? ഒന്ന് മൈൻഡ് ചെയ്താൽ കൊള്ളാം, ചുണ്ട് പിളർത്തി അപ്പു പറഞ്ഞു. കുശുമ്പി കുറുമ്പി, ഇങ്ങ് വാ. ചൈത്ര അപ്പുവിനെ വിളിച്ചതും അപ്പു ഓടിച്ചെന്ന് അവളെയും ശിവയെയും ഒരുമിച്ച് കെട്ടിപ്പിടിച്ചു. പിന്നെ മൂവരും കൂടി അനിതയുടെയും വാമികയുടെയും അപ്പുറവും ഇപ്പുറവും നിന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. ഇതേസമയം ആദി അനിയെയും കൈക്ക് പിടിച്ച് വലിച്ചുകൊണ്ട് ശിവയെയും ചിത്തുവിനെയും തപ്പി നടപ്പാണ്. ഓ, ഇവിടെയുള്ളത് പോരാഞ്ഞിട്ടാണോ പുറത്തുനിന്ന് കൂടി ചാരിറ്റിക്ക് ആളെ ഇറക്കിയത്? പെട്ടെന്ന് പിറകിൽ നിന്ന് വിദ്യയുടെ ശബ്ദം കേട്ടതും അവരെല്ലാം ഞെട്ടി തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ടു അടുക്കള വാതിൽക്കൽ നിന്ന് പുച്ഛത്തോടെ അവരെ നോക്കുന്ന വിദ്യയെ. ഇതാണോടി മോളെ നീ പറഞ്ഞ ആ അമ്മായി കഷായം? അതെ. വിദ്യയെ കണ്ട അനിത അടുത്തു നിന്ന ശിവയുടെ ചെവിയിൽ പതിയെ ചോദിച്ചതും അവൾ പയ്യെ മറുപടി കൊടുത്തു. അനിത അവരെ ഒന്ന് ആകെ ഇരുത്തി നോക്കി. അല്ല, മക്കളെ കെട്ടിച്ചുവിട്ട വീട്ടിലേക്ക് വന്നപ്പോൾ കൈയും വീശിയാണോ കയറി വന്നേ? ഒന്നും കൊണ്ടുവന്നില്ലേ? അല്ല, എന്തു കൊണ്ടുവരാനാ അല്ലേ? ഇത്രയും വലിയ തറവാട്ടിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും തരാൻ അഗതി മന്ദിരം നടത്തുന്നവരുടെ കയ്യിൽ എന്താ ഉള്ളേ? ശിവയും കൂടെ നിൽക്കുന്ന ചൈത്രയെയും നോക്കി ഒരുതരം അവജ്ഞതയിൽ പുച്ഛത്തോടെ വിദ്യ പറഞ്ഞു. അവരുടെ ചൊറിഞ്ഞ വർത്തമാനം കേട്ടതും ശിവയ്ക്ക് അങ്ങ് തരിച്ചു കയറി. വിദ്യയോട് തിരിച്ചു പറയാനായി അവൾ തുടങ്ങിയതും അനിത അവളുടെ കൈക്ക് പിടിച്ചു വിലക്കി. അല്ല, മാണിക്യമംഗലംകാരും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് ഭിക്ഷയൊക്കെ വാങ്ങിക്കുന്നുണ്ടോ? അത് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ വൈഭവിൻ്റെ അമ്മായി. വിദ്യയെ നോക്കി കളിയാക്കിക്കൊണ്ട് അനിത ചോദിച്ചതും. എന്താടി പറഞ്ഞേ? ഭിക്ഷ ചോദിച്ചെന്നോ? ഞങ്ങളോ? അനാവശ്യം പറയരുത്. വിദ്യ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. പിന്നെ വൈഭവിൻ്റെ അമ്മായി ഈ ചോദിച്ചത് ഭിക്ഷയല്ലാതെ എന്താ? മനസ്സറിഞ്ഞ് സന്തോഷത്തോടെ അങ്ങോട്ട് കൊടുക്കുന്നത് സമ്മാനവും കൈ നീട്ടി ചോദിച്ചു വാങ്ങുന്നത് ഭിക്ഷയുമാണെന്ന് ഞാൻ പഠിച്ചിട്ടുള്ളത്. വീട്ടിൽ വന്ന് കയറിയവരോട് വല്ലതും കൊണ്ടുവന്നോന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത് മാണിക്യമംഗലത്തുകാർക്ക് ചേർന്ന കാര്യമാണോ? വിദ്യയെ നോക്കി പുച്ഛത്തോടെ അനിത തിരിച്ചു ചോദിച്ചതും മിണ്ടാട്ടം മുട്ടിപ്പോയി വിദ്യയ്ക്ക്. ഡി. വിദ്യ കലിപ്പോടെ അനിതയ്ക്ക് നേരെ കൈ ചൂണ്ടിയതും. ദേ, ഇടീ പൊടി എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോളെ പോയി വിളിച്ചാൽ മതി. എന്നോട് കയർത്ത് സംസാരിച്ചാൽ ഈ അനിത ആരാണെന്ന് നിങ്ങൾ അറിയും കേട്ടോ. അനിത വാശിയോടെ വിദ്യയ്ക്ക് നേരെ വീറോടെ നിന്നു. ഇനിയും അനിതയോട് മിണ്ടാൻ പോയാൽ ശരിയാവില്ലെന്ന് തോന്നിയ വിദ്യ അരിശത്തോടെ ശിവയെയും അനിതയെയും ഒക്കെ ഒന്ന് മാറി മാറി നോക്കിയിട്ട് തിരിഞ്ഞ് ഒറ്റ പോക്ക്. എൻ്റെ അനിതമ്മോ, അടിപൊളി. ഇപ്പോഴല്ലേ മനസ്സിലായ ഞങ്ങളുടെ ഏട്ടത്തിയമ്മയ്ക്ക് എവിടുന്നാ ഇത്രയും ഗട്സ് കിട്ടിയതെന്ന്. കലക്കി. അപ്പോൾ ഓടിച്ചെന്ന് അനിതയ്ക്ക് കൈ കൊടുത്ത് ചിരിയോടെ പറഞ്ഞു. പിന്നല്ലാതെ, ശിവ ഇവരുടെ കാര്യം പറഞ്ഞപ്പോൾ മുതൽ ഞാനൊന്ന് ഓങ്ങി വെച്ചതാ അവർക്കിട്ടൊന്ന്. അവരുടെ ഒരു മറ്റേടത്തെ കുടുംബമഹിമ പറയുന്നു. വെറുതെ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട. ദേഷ്യം തീരാത്ത പോലെ അനിത പല്ല് കടിച്ച് പറഞ്ഞതും ശിവയും അപ്പുവും ഒക്കെ പൊട്ടിച്ചിരിച്ചു. അപ്പോഴും മൗനമായി നിൽക്കുമായിരുന്നു ചൈത്ര. വാമിക അവളെ ശ്രദ്ധിക്കുകയും ചെയ്തു. ആഹാ, നല്ല ആൾക്കാരാ. ഇതിനകത്ത് കയറി ഒളിച്ചിരിക്കുമായിരുന്നല്ലോ. ഞങ്ങൾ ഈ വീട് മുഴുവൻ തിരക്കി നിങ്ങളെ. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിക്കയറി വന്ന ആദി പറഞ്ഞു. ഞങ്ങളോ? ശിവ മനസ്സിലാവാതെ അവനോട് ചോദിച്ചു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും വലിയേട്ടനും. അനിതമ്മയും ചിത്തുമ്മയും കാണാൻ നടന്നതാ ഞാനും വലിയേട്ടനും കൂടെ. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ വിദ്യ അപ്പച്ചിയുടെ ഒച്ച വെളിയിന്ന് കേട്ടു. അപ്പോൾ നിങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഏട്ടൻ പുറത്തോട്ട് പോയി. പിന്നെ ഞാൻ പുറത്തു നോക്കി നിന്നതാ. അപ്പോൾ നീ കണ്ടോ ആദി വിദ്യ അപ്പച്ചി മുട്ടുമടക്കി പോകുന്നേ? പിന്നെ കാണാതെ നമ്മുടെ അപ്പച്ചി വാല് മുറിഞ്ഞു പോകുന്ന കണ്ട് ആഹ്ലാദ പുളകിതനായി മോളെ ഞാൻ. ആദി ചിരിയോടെ പറഞ്ഞു. എൻ്റെ ചിത്തുമ്മ ഇങ്ങ് വന്നേ. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കാതെ വാന്നേ ഇങ്ങോട്ട്. വാമികയ്ക്കൊപ്പം ഒതുങ്ങി നിൽക്കുന്ന ചിത്തുവിനെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് പോയി ആദി. അവർക്ക് പിറകെ ചിരിയോടെ ശിവയും അപ്പവും പോയി. നീയൊക്കെ ഇതെവിടെയായിരുന്നടാ? മുറ്റത്തുനിന്ന് കയറി വന്ന വൈഭവിനെയും സിദ്ധുവിനെയും നോക്കി അനി ചോദിച്ചു. ഓ, ഞങ്ങളൊന്ന് പോയിക്കാൻ കുളക്കടവ് വരെ പോയതാട്ടാ. അപ്പോഴാ അമ്മ വന്ന് എന്നെ ഇവനെയും പൊക്കിയെ, സിദ്ധു പറഞ്ഞു. അത് നന്നായി. ഇടയ്ക്ക് നിനക്കൊക്കെ ഒരു പിടി വീഴുന്നത് നല്ലതാ. അനി ചിരിച്ചു. അല്ല, ഏട്ടനെന്താ ഈ ജീൻസ് ഇട്ടുകൊണ്ട് നിൽക്കുന്നേ? നല്ലൊരു ദിവസമല്ലേ ഏട്ടാ ഒരു കസവും മുണ്ടൊക്കെ എടുത്ത് നിൽക്കേണ്ടേ? ദേ നോക്കിയേ, മുണ്ട അലർജിയുടെ സംസ്ഥാന പ്രസിഡന്റാ ഈ നിൽക്കുന്നേ. എന്നിട്ട് ഇവൻ വരെ മുണ്ടുടുത്തു. അടുത്ത് നിൽക്കുന്ന വൈഫിൻ്റെ തോളിൽ കളിയോടെ പിടിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞതും വൈഫവ് അവനെ ഒന്ന് കോർപ്പിച്ചു നോക്കി. ഏട്ടാ, ശിവയുടെ അച്ഛൻ വന്നോ? ഏട്ടൻ കണ്ടോ? പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അനിയോട് അത് വൈഭവ് ചോദിച്ചു. ആ കണ്ടടാ, നല്ല അങ്കിളാണല്ലോ നിന്റെ അമ്മായിയച്ഛൻ. നീ ഭാഗ്യവാനാ. ഹീസ് റിയലി ഗ്രേറ്റ്. ഞങ്ങൾ കുറച്ചേറെ നേരം സംസാരിച്ചു. അനി ചിരിയോടെ പറഞ്ഞു. അങ്കിൾ മാത്രമേ വന്നുള്ളോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അവരെ ഏട്ടൻ കണ്ടോ? അനിയോട് വീണ്ടും ചോദിക്കുമ്പോൾ വൈഭവിൻ്റെ പൂച്ച കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. ആകാംക്ഷ അവൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നു. അടുത്തു നിന്ന് സിദ്ധു അത് ശ്രദ്ധിച്ചു. ഒറ്റയ്ക്കല്ല വന്നേ.
പക്ഷേ കൂടെയുള്ളവരെ കണ്ടില്ല. അവരെ മുത്തശ്ശി അകത്തേക്ക് കൊണ്ടുപോയെന്ന് പറയുന്ന കേട്ടു. അനി പറഞ്ഞതും വൈഭവിൻ്റെ മുഖമൊന്ന് വാടി. ഞാൻ മുറിയിലേക്ക് പോകുക, എനിക്ക് കുറച്ച് പാക്കിംഗ് കൂടി ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് അനി തിരിഞ്ഞതും ഞങ്ങളും വരാം ഏട്ടനൊപ്പം എന്നും പറഞ്ഞ് വൈഭവ് അവനൊപ്പം ചെല്ലാൻ തുടങ്ങി. ഡാ വിച്ചു, അപ്പോൾ അനിയേട്ടൻ പോവുകയാണോ? സിദ്ധു വൈഭവിൻ്റെ കൈക്ക് പിടിച്ച് പുറകിലേക്ക് വലിച്ചു അവനോട് പതിയെ ചോദിച്ചു. ഏട്ടൻ പോവില്ല, സിദ്ധുവിനെ നോക്കി കടുത്ത സ്വരത്തിൽ വൈഭവ് പറഞ്ഞു. പൂജയുടെ അവസാന ഘട്ടത്തിലേക്ക് തിരുമേനി കടന്നതും മുത്തശ്ശി അനിതൻ്റെ ജാതകം അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു. വിഷമിക്കേണ്ട അഭികാമേ, ഈ ജാതകക്കാരൻ്റെ വിവാഹം ഉടൻ നടക്കുമെന്ന് ഞാൻ പറഞ്ഞത് പൊയ്വാക്കല്ല. അവൻ്റെ പെണ്ണ് അവൻ്റെ കയ്യെത്തും ദൂരത്തെത്തിയിരിക്കുന്നു. വിഷമത്തോടെ നിൽക്കുന്ന മുത്തശ്ശിയെ നോക്കി ചിരിയോടെ തിരുമേനി പറഞ്ഞത് മുത്തശ്ശനടക്കം അത് കേട്ടവരിൽ എല്ലാം സംശയമുണ്ടായി. വെറുതെ തൻ്റെ അടുത്തിരിക്കുന്ന മോളെ നോക്കി സന്തോഷിച്ചു. തിരുമേനി കാർത്തികയുടെ കാര്യമാണ് പറഞ്ഞതെന്ന് അവർ ഓർത്തു. അതേസമയം മുകളിൽ തൻ്റെ മുറിയിലേക്ക് നടക്കവേ അപ്പുവിൻ്റെ മുറിക്ക് മുന്നിലൂടെ പോയതും അകത്തുനിന്ന് ചിരികൾ അനി കേട്ടു. അപ്പോൾ അവൻ്റെ കണ്ണുകൾ അറിയാതെ ആ മുറിയിലേക്ക് നീണ്ടതും അനിയുടെ കാപ്പിക്കണ്ണുകൾ ഒരുവളിലുടക്കി. താഴെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന തിരുമേനിയുടെ മുഖം പൂനിലാവ് പോലെ ശോഭിതമായി. അവളെ കണ്ടതും ശ്വാസം വിലങ്ങിയതുപോലെ നിന്നുപോയി അനി. ഞൊടി നേരം കൊണ്ട് അവൻ്റെ കണ്ണിൽ നേർത്തുള്ളി ഉരുണ്ടുകൂടി. കലങ്ങിയ കണ്ണുകളോടെ അവൻ കണ്ടു നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയവളെ, കൈവിട്ടു പോയെന്ന് ഓർത്തവളെ. കട്ടിൽ ഇരിക്കുകയാണ് ചൈത്ര. അപ്പോൾ അവൾക്ക് മുന്നിൽ നിന്ന് അവളുടെ മുഖത്ത് ഒരു പൊട്ട് കുത്തി കൊടുക്കുകയാണ്. അനിയുടെ നിറകണ്ണുകൾ അണുവിട ചലിക്കാതെ ആ പെണ്ണിനെ നോക്കി നിന്നു. തൻ്റെ പെണ്ണ് തന്നെയല്ലേ ഇതെന്ന് അവന് ഒരു നിമിഷം തോന്നി. ഇടുപ്പോളം നീളത്തിൽ കിടന്ന അവളുടെ നീണ്ട ചുരുണ്ട മുടികൾ ഇപ്പോൾ ഇല്ല. പകരം തോള് കഴിഞ്ഞ് മാത്രം ഇറങ്ങിക്കിടക്കുന്ന നീളം മുടിയായിരിക്കുന്നു ഇപ്പോൾ. ചിരിക്കുമ്പോൾ തുടുക്കുന്ന പെണ്ണിൻ്റെ കവളുകൾ പൊട്ടിപ്പോയിരിക്കുന്നു. ജീവനറ്റ പോലത്തെ കണ്ണുകളും കൺപോളകളും. പഴയ തൻ്റെ പെണ്ണിൽ നിന്ന് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അനിയുടെ നെഞ്ചു പൊടിഞ്ഞു. ചൈത്ര, പെണ്ണെ, നില തെറ്റിവനെ പോലെ വിളിച്ചുകൊണ്ടവൻ ആ മുറിയിലേക്ക് കയറാനൊരുങ്ങവേ, ഏട്ടാ നോ. വൈഭവ് അനിയെ പിറകിൽ നിന്ന് വട്ടം പിടിച്ച് പിറകിലേക്ക് വലിച്ചു മാറ്റി. അപ്പോൾ അകത്തിരുന്ന ചൈത്രയുടെ കണ്ണുകൾ മുറിയുടെ വാതുക്കലേക്ക് പാഞ്ഞു. നെഞ്ചൊരുപോലെ അവളുടെ കണ്ണുകൾ എന്തിനോ വേണ്ടി തേടി. ഇല്ല, ആരുമില്ല അവിടെ. പിന്നെ എനിക്കെന്താ ഇപ്പോൾ അങ്ങനെ തോന്നാൻ? ചൈത്രയുടെ നെഞ്ചിടിപ്പ് കൂടി. എന്താ ചിത്തുമ്മേ, എന്താ പറ്റിയേ? കണ്ണൊക്കെ നിറഞ്ഞല്ലോ. അപ്പോൾ ആവലാതിയോടെ ചോദിച്ചു. അത് കേട്ട് പെട്ടെന്ന് ശിവയും അവളെ നോക്കി. ഏയ് ഒന്നുമില്ല. എന്തോ ഞാൻ വെറുതെ പെട്ടെന്ന് എന്തോ ഓർത്തപ്പോൾ കണ്ണ് നനഞ്ഞതാ. ചിത്തു വേഗം കണ്ണുകൾ തുടച്ച് പറയാൻ ശ്രമിച്ചു. അല്ലാതെ വേറൊന്നുമല്ലല്ലോ? ഇല്ല പെണ്ണെ, ഒന്നുമില്ല എനിക്ക്. ശിവ നെറ്റി ചുളുക്കി ചോദിച്ചതും അവളുടെ കയ്യിൽ പിടിച്ച് ചെറുചിരിയോടെ പറഞ്ഞു ചിത്തു. അപ്പോഴും അവളുടെ നെഞ്ചു വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു, ആരെയോ തേടും പോലെ. വിച്ചു, വിടടാ, എൻ്റെ പെണ്ണവിടെ. അനി വൈഭവിൻ്റെ കയ്യിൽ കിടന്ന് കുതറി. അടുത്ത നിമിഷം വലുതായി തന്നെ വൈഭവ് അനിയെ അപ്പുറത്തെ മുറിയിലേക്ക് വലിച്ചു കയറ്റി. എന്നിട്ട് സിദ്ധ, ക്ലോസ്ഡ് ഡാമണ്ടോ. അവരുടെ പിറകിൽ പകച്ചു നിന്ന സിദ്ധുവിന് നേരെ അവൻ അലറി. ഞെട്ടിപ്പോയ സിദ്ധു വേഗം മുറിയിൽ കയറി കതകടച്ചു. വിച്ചു, എന്താണ് നീ കാണിച്ചേ? അതാരാണെന്ന് നിനക്കറിയോ? വൈഭവിൻ്റെ പിടിവിട്ട അനി അവനോട് ദേഷ്യത്തിലും സങ്കടത്തിലും ചോദിച്ചു. അറിയാം, ചൈത്ര രാമാനുജൻ. ഒരിക്കൽ ഏട്ടൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി. അവളല്ലേ ആ മുറിയിലിരിക്കുന്നേ? വൈഭവിൻ്റെ ആക്രോശം അവന് നേരെ ഉയർന്നു. അത് കേൾക്കാൻ അനിയും സിദ്ധുവും ഒരുപോലെ ഞെട്ടി. അനിയേട്ടൻ്റെ റിലേഷനെ പറ്റി അറിയാമെങ്കിലും അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം ആ പെൺകുട്ടിയെ ആരും കണ്ടിട്ടില്ല എന്നായിരുന്നു അറിയാൻ കഴിഞ്ഞ്. വിച്ചു, അപ്പോൾ നിനക്കറിയാമായിരുന്നു അവൾ ഇവിടെയുള്ള കാര്യം? എന്നിട്ടാണോടോ ഇത്രയും വർഷം എന്നിൽ നിന്ന് മറച്ചു വെച്ചേ? എന്താ എന്നോട് പറയാതിരുന്നേ? അനി വൈഭവിന് നേരെ അലറി. അതിന് ഏട്ടൻ സ്നേഹിച്ചിരുന്ന ചൈത്രയാണ് ശിവയുടെ സഹോദരി എന്ന് ഞാൻ അറിഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ. കറക്റ്റായിട്ട് പറഞ്ഞാൽ പൂജയ്ക്ക് ക്ഷണിക്കാനായി ശിവയുടെ വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ചൈത്രയെ കണ്ടത്. ഏട്ടൻ അറിയില്ല, അന്ന് ഞാൻ ചൈത്രയെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്കുണ്ടായ ഷോക്ക്. മരിച്ചു മൺമറഞ്ഞു എന്ന് വിചാരിച്ച ആളാ മുന്നിൽ പച്ചയായി നിന്നേ. അവിടെ നിങ്ങോട്ട് ശിവാമി പോലും ഒരു സംശയം തോന്നാല് ഞാൻ എങ്ങനെയെന്ന് എനിക്കേ അറിയൂ. തീയില്ല ഞാൻ നടന്നേ. അറിയോ ഏട്ടന്? വൈഭവ് ചോദിച്ചു. ഒക്കെ ശരിയായിരിക്കും, പക്ഷേ നീ ഇപ്പോൾ എന്നെ തടഞ്ഞതെന്തിനാ വിച്ചു? എനിക്ക് കാണണം അവളെ, എൻ്റെ പെണ്ണിനെ. ചെയ്തുപോയ മഹാഭാവത്തിന് അവളുടെ കാൽ പിടിച്ചാണേലും മാപ്പ് പറയണം എനിക്ക്. ഞാനൊന്ന് അവളെ കാണട്ടെടാ. പറഞ്ഞുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന വൈഭവിനെ തള്ളി മാറ്റിക്കൊണ്ട് പോകാനാണ് അനിതത്. ഏട്ടാ പ്ലീസ്, ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് പോവല്ലേ. വൈഭവ് വീണ്ടും അനിയെ തടഞ്ഞു. പറ്റില്ല വിച്ചു, 1ഉം 2ഉം അല്ല 5 വർഷമാണ് ഞാൻ കാത്തിരുന്നേ. ഞാൻ നേറിയെ. ഇനിയും എനിക്ക് അവളിൽ നിന്ന് അകന്നിരിക്കാൻ പറ്റില്ല വിച്ചു, നീ മാറ്. അനി വീണ്ടും പോകാനാഞ്ഞത്. ഏട്ടനിപ്പോൾ ചൈത്രയ്ക്ക് മുന്നിൽ പോയാൽ ആ കുട്ടിക്ക് അതിപ്പോൾ താങ്ങാൻ പറ്റില്ല. ബിക്കോസ് ഷീസ് എ എപ്പിലെസി പേഷ്യൻറ്റ് വിത്ത് മെൻ്റൽ പ്രോബ്ലം.
അനിയെ തടഞ്ഞുകൊണ്ട് വൈഫ് പറഞ്ഞതും അനി അവനെ ഞെട്ടിനോക്കി. എന്താ എന്താ പറഞ്ഞ നീ? വിറയിലൂടെ അനി ചോദിച്ചു. സത്യമാണ്. അപസ്മാരമുണ്ട് ആ കുട്ടിക്ക്. അതും കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള സ്റ്റേജ്. ഏട്ടനിൽ നിന്ന് അന്ന് ഏറ്റ വേദന അത് ചൈത്രയുടെ മനസ്സിനെ തന്നെയാ തെറ്റിച്ച് കളഞ്ഞത്. വൈഭവ് രോഷത്തോടെ പറഞ്ഞു നിർത്തിയതും അനിയുടെ മുഖം താഴ്ന്നു. തകർന്ന മനസ്സോടെ അവൻ ബെഡിലേക്കിരുന്നു. ഞാൻ ഞാൻ കാരണമല്ലേടാ അവള്? എൻ്റെ പാവം പെണ്ണ്. അനി ഇരു കൈകൾ കൊണ്ട് തലയ്ക്ക് പിടിച്ച് വിതുമ്പി. വൈഭവിനും സിദ്ധുവിനും അവൻ്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നി. ഏട്ടാ. വൈഭവ് അവൻ്റെ മുന്നിലേക്ക് മുട്ടുകുത്തിയിരുന്നു അവനെ വിളിച്ചു. എന്നേക്കുമായി നഷ്ടപ്പെട്ടത് എന്ന് വിശ്വസിച്ചിരുന്നിട്ട് തിരികെ കിട്ടിയില്ല ഏട്ടാ. കുറച്ചുകൂടി എൻ്റെ ഏട്ടനൊന്ന് ക്ഷമിക്ക്. ഞാൻ കൊണ്ടുതരും ഏട്ടനെ ഏട്ടൻ്റെ പെണ്ണിനെ, എന്ത് ചെയ്തിട്ടാണെങ്കിലും. അനിയുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ച് ഉറപ്പോടെ വൈഭവ് പറഞ്ഞതും അടുത്ത നിമിഷം അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് അവനെ കെട്ടിപ്പിടിച്ച് വിതുമ്പി അനി. ഏട്ടൻ്റെ വേദന വൈഭവിനും നന്നായി മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് ചൈത്രയെ ഏട്ടന് തിരികെ കൊടുക്കുമെന്ന് അവൻ നേരത്തെ മനസ്സിൽ ഉറപ്പിച്ചതാണ്. നിനക്ക് കാണണ്ടേ സേതു വാമികയെ? പൂജയുടെ ബഹളങ്ങൾക്കിടയിൽ നിന്നും എല്ലാരിൽ നിന്നും മാറി ഉമ്മറത്തെ തൂണിൽ ചാരി ദൂരേക്ക് നോക്കിയിരുന്ന സേതുവിനരികെ ചെന്ന് അനിത വിളിച്ചു. വേണ്ടടോ. എനിക്കറിയുന്ന ഒരു വാമികയുണ്ട്. എന്നെ സ്വന്തം സഹോദരനെ പോലെ കണ്ട ഒരു പാവം പെണ്ണ്. ഇന്ന് ആ പെൺകുട്ടിയില്ല. എന്നെപ്പോലും അറിയാത്ത അവളെ അഭിമുഖീകരിക്കാൻ എനിക്ക് പറ്റില്ലടി. അവളുടെ കണ്ണുകൾ ആ അപരിചിത്വം കാണാൻ എന്നെ കൊണ്ടാവില്ല അനിതേ. വേദനയോടെ സേതു പറഞ്ഞത് കേൾക്കെ അനിതയുടെ നെഞ്ചും ഒന്ന് വിങ്ങി. സേതുവിൻ്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അവൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്കിളേ, ആൻറ്റി, മുത്തശ്ശി നിങ്ങളെ വിളിക്കുന്നുണ്ട്. തിരുമേനി എല്ലാവരോടും വരാൻ പറഞ്ഞു. പെട്ടെന്ന് ആദി വന്നു അവരെ വിളിച്ചു. നീ പൊക്കോ, ഞാനിവിടെ നിന്നോളാം. സേതു പറഞ്ഞതും അനിത വന്ന് മൂളിക്കൊണ്ട് അകത്തേക്ക് പോയി. തറവാട്ടിനുള്ളിലെ നടുമുറ്റത്ത് വെച്ചായിരുന്നു പൂജ. വീട്ടിലെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവിടെ, വാമിക ഒഴിച്ചു. പെൺകുട്ടികൾ മൂവരും ഒന്നിച്ചു പോയതും വാമി അവളുടെ മുറിയിലേക്ക് കയറിപ്പോയി. ഇല്ലേ, വൃന്ദയും വിദ്യയും ചേർന്നവളെ കുത്തിപ്പറിക്കും. അനിരുദ്ധാണെങ്കിൽ മുറിയിൽ നിന്നിറങ്ങാതെ പിടിച്ചു നിൽക്കുകയാണ്. വെളിയിലിറങ്ങിയാൽ അവൻ ചൈത്രകരികെ പോകുമെന്ന് അവനറിയാം. വൈഭവനും ശിവയ്ക്കും വേണ്ടിയുള്ള വിശേഷാൽ പൂജ ആയതുകൊണ്ട് തന്നെ വൈഭവും ശിവയുമായിരുന്നു തിരുമേനിക്ക് മുന്നിൽ. എൻ്റെ പൊന്നു ഡോക്ടറെ, കുറച്ച് മസിൽ വിട്ട് നിൽക്ക്. തിരുമേനിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നതിനിടെ തനിക്ക് അടുത്ത് നിൽക്കുന്നവനെ തോണ്ടി പയ്യെ പറഞ്ഞു ശിവ. അത് കേട്ടതും വൈഭവ് അവളെ ഒന്നിരുത്തി നോക്കി. വേണ്ടേ, നോക്കി പേടിപ്പിക്കുന്നു. അല്ല, എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് ഈ രണ്ട് ഇമോഷനെ അറിയുള്ളോ? ബലം പിടുത്തവും തുറച്ചു നോട്ടവും. ഇത് രണ്ടും കണ്ട് എനിക്കും മടുത്ത്. ഡോക്ടറെ, ഇതൊന്ന് മാറ്റിപ്പിടി. പെണ്ണ് കളിയോടെ വീണ്ടും അവൻ്റെ അടുത്തേക്ക് ചൊറിയാൻ ചെന്നതും ഒന്നാതെ നിലതെറ്റി നിന്നിരുന്ന വൈഭവിൻ്റെ കൺട്രോൾ പോയി. ടെമ്പർ തെറ്റിയ വൈഭവ് കൈ നീട്ടി സാരിക്കിടയിൽ കൂടി കാണുന്ന അവളുടെ ഇടുപ്പിൽ ഒരൊറ്റ പിച്ചു കൊടുത്തു. ശിവ അറിയാതെ ഒച്ച വെച്ചു പോയി. അത് കേൾക്കെ എല്ലാവരും ഞെട്ടി നോക്കി. എന്താ എന്താ മോളെ പറ്റിയേ? മുത്തശ്ശി അവളോട് ചോദിച്ചു. ഏയ്, അതൊന്നുമില്ല മുത്തശ്ശി. ഈ തൂക്കുവിളക്കിൽ കൊണ്ട് പൊള്ളിയതാ. ശിവ അവൾക്കടുത്ത് തൂങ്ങിക്കിടക്കുന്ന വിളക്ക് ചൂണ്ടി പറഞ്ഞു. സൂക്ഷിച്ചു നിൽക്ക് കേട്ടോ. എണ്ണ മേത്ത് വീഴാതെ നോക്ക്. ഒരു കാര്യം ചെയ്, മോള് ഉണ്ണിയുടെ അടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നോ. ചെല്ല്. മുത്തശ്ശി പറഞ്ഞത് കേട്ട് തലയാട്ടിക്കൊണ്ട് ശിവ വൈഭവിനടുത്തേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. വൈഭവിന് ചിരി പൊട്ടി. അവൻ ചുണ്ടു മടക്കി പിടിച്ച് ചിരിച്ചുകൊണ്ട് അവളെ നോക്കിയതും ശിവ അവനെ കണ്ണുരുട്ടി കാണിച്ചു. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകളി അവിടെ കൂടിയ മിക്കവരും കാണുന്നുണ്ടായിരുന്നു. അത് കാണെ ചിലരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷമായിരുന്നെങ്കിൽ ചിലരിൽ വല്ലാത്ത ദേഷ്യവും കുശുമ്പും കുമിഞ്ഞു. അവിടെ ഏറ്റവും പിറകിലായി അനിതയ്ക്കൊപ്പം നിന്നിരുന്ന ചൈത്രയും കാണുന്നുണ്ടായിരുന്നു വൈഭവുമായുള്ള ശിവയുടെ അടുപ്പം. അവനെ കാണുമ്പോൾ അവളിൽ വിരിയുന്ന സന്തോഷവും കുറുമ്പും എല്ലാം ചിത്തു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും വൈഭവിൻ്റെ കാര്യത്തിൽ ചൈത്ര ഇപ്പോഴും കൺവിൻസിങ് ആയിരുന്നില്ല. അവനെ വിശ്വസിക്കാറായിട്ടില്ലെന്നാണ് അവളുടെ മനസ്സ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. പൂജ കഴിഞ്ഞതും ശിവയെയും വൈഭവിനെയും മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിച്ചു തിരുമേനി. 28 കൂട്ടം കറികളുമായി വിഭവസമൃദ്ധമായ സദ്യ ആയിരുന്നു തറവാട്ടിൽ ഒരുക്കിയിരുന്നത്. തിരുമേനിയും കൂടെ വന്നവരും ആദ്യം കഴിച്ച് എഴുന്നേറ്റതും അവർക്ക് പോകാനായി എഴുന്നേറ്റു. അവർ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് പുറത്തു നിൽക്കുന്ന സേതുവിനെ തിരുമേനി കണ്ടേ. ഇതാ ശിവമോളുടെ അച്ഛനാണ് സേതുമാധവൻ. അന്ന് കല്യാണത്തിന് തിരുമേനിയുടെ ശിഷ്യനല്ലേ വന്നേ? അതാ അങ്ങനെ അറിയാത്തെ. സേതുവിനെ സംശയത്തോടെ നോക്കുന്ന തിരുമേനിയെ നോക്കി മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു. സേതുമാധവൻ അല്ലേ? തിരുമേനി ചിരിയോടെ ചോദിച്ചതും സേതുവും തിരികെ പുഞ്ചിരിച്ചു. കണ്ണിൽ അണയാത്ത ഒരു കനൽ കിടപ്പുണ്ട് അല്ലേ? പെട്ടെന്ന് തിരുമേനി ചോദിക്കവേ സേതു ഒന്ന് പതറി. ഉള്ളിലെരിയുന്ന കനൽ കെടുത്താനും അവശേഷിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരം സാക്ഷാൽ ഭൂലോകനാഥനായ പരമശിവ ഭഗവാൻ നൽകും ഉടൻ തന്നെ. പുഞ്ചിരിയോടെ സേതുവിൻ്റെ തോളിൽ തട്ടി പറഞ്ഞുകൊണ്ട് തിരുമേനി പോയി. അദ്ദേഹം പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലാവാതെ സേതു നിന്നു. കഴിച്ചു കഴിഞ്ഞതും എല്ലാവരും ഇറങ്ങി തുടങ്ങി. സേതുവും അനിതയും ചിത്തുവും തിരികെ പോകാനായി കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് അയ്യോ, വാമിക അമ്മയോട് യാത്ര പറഞ്ഞില്ല. പെട്ടെന്ന് ഓർത്ത പോലെ ചൈത്ര പറഞ്ഞു. ഞാൻ പോയി നോക്കിയിട്ട് വരാം അമ്മയെ.
ശിവ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും പിറകെ ഞാനും കൂടി വരാടോ, വെറുതെ അമ്മയെ ഇങ്ങോട്ട് വിളിപ്പിക്കണ്ട എന്ന് പറഞ്ഞ ചൈത്രയും ശിവയ്ക്കൊപ്പം അകത്തേക്ക് പോയി. നല്ല മോളാ അല്ലേ? അവർക്കൊപ്പം മുറ്റത്ത് നിന്ന മുത്തശ്ശി ചൈത്രയെ നോക്കി അടുത്തു നിന്ന് അപ്പുവിനോട് പറഞ്ഞു. അതേ മുത്തി, ഏട്ടത്തിയമ്മയെ പോലെ തന്നെയാ, നല്ല ചേച്ചിയാ ചിത്തുവമ്മ. നമുക്ക് വലിയേട്ടന് വേണ്ടി ചിത്തുവമ്മയെ ഒന്ന് ആലോചിച്ചാലോ മുത്തി? അപ്പു സന്തോഷത്തോടെ അവരോട് ചോദിക്കവേ അംബികാമ്മയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അമ്മേ, അമ്മേ! വാമികയുടെ മുറിയുടെ കതക് തട്ടി ശിവ വിളിച്ചു. അവൾക്ക് പുറകിൽ നിൽക്കുമായിരുന്നു ചൈത്ര. പെട്ടെന്ന് എന്തോ പോലെ തോന്നി ചൈത്ര കണ്ണുകൾ അവൾക്ക് സൈഡിലേക്ക് തിരിച്ചു നോക്കിയതും അവിടെ നിന്ന് അവളെ നോക്കുന്നവനെ കണ്ട് അവൾ ഞെട്ടിത്തരിച്ചു. കണ്ണുകളിൽ ഇരുട്ട് കയറി. ഇമ ചിമ്മാൻ മറന്ന നിമിഷം കൊണ്ട് ചൈത്ര ബോധം മറഞ്ഞ് നിലം പതിച്ചു.